ശ്രീനിവാസനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ. വളരെ സാധാരണക്കാരനായ ഒരു മലയാളിയായിരുന്നു ശ്രീനിവാസൻ. അതേസമയം അതീവ ജീനിയസും ആയിരുന്നു എന്ന് ഗണേഷ് പറയുന്നു. നടൻ ജഗദീഷ് അടിയറവ് പറയുന്നത് ശ്രീനിവാസന്റെ മുന്നിൽ മാത്രമാണെന്നും അത്ര രസകരം ജഗദീഷിനെ ശ്രീനിവാസൻ പൊളിക്കാറുണ്ടെന്നും ചില ഓർമ്മകൾ പങ്കുവച്ച് ഗണേഷ് കുമാർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ശ്രീനിവാസൻ ഒരു ജീനിയസാണ്, ഭയങ്കര ആളാണ്, ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു ബുദ്ധിരാക്ഷസൻ തന്നാണ്. എന്നാൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കൃഷിയെ അതീവമായി സ്നേഹിച്ചു. മമ്മൂട്ടിയുമായി പുള്ളിക്ക് തെറ്റലായിരുന്നു എന്നും മറ്റൊന്നും കൊണ്ടല്ല. മമ്മൂട്ടി പറയുന്നത് തന്റെ വയലിൽ ഉത്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജൈവനെല്ല് എന്നായിരുന്നു. അതല്ല, അതിനേക്കാൾ മികച്ച നെല്ലാണ് തന്റെ വയലിൽ ഉണ്ടാകുന്നതെന്നും ആ അരിയാണ് ഏറ്റവും നല്ലതെന്ന് ശ്രീനിവാസൻ ഉറപ്പിച്ചു പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അവസാന കാലത്ത് അത്ര സുഖത്തിലായിരുന്നില്ല. കാരണം ഈ അരിയാണ് പ്രശ്നമുണ്ടാക്കിയിരുന്നത്. ജൈവകൃഷിയിൽ ഇരുവരും തമ്മിൽ മത്സരമായിരുന്നുവെന്ന് ചിരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറയുന്നു. ജഗദീഷിനെയും ശ്രീനിവാസനെയും പ്രിയൻ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് അവരെ ആസ്വദിക്കാനാണ്. ജഗദീഷ്, ശ്രീനിവാസൻ, മുകേഷ്, ഈ മൂന്ന് പേരും ഒരിടത്ത് ഒരുമിച്ച് ഇരുത്തിയാൽ മതി. വൈകിട്ടങ്ങ് ഇരുത്തിക്കൊടുക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ ഇവരെ അഴിച്ചുവിടുകയാണ്. ഇവരെ അഴിച്ചുവിട്ടാൽ ജഗദീഷ് എന്ന ആളിനെ സറണ്ടർ അടിക്കാനുള്ള ഒരേയൊരു സ്ഥലമേ ഉള്ളൂ. അത് ശ്രീനിവാസനാണ്. മുകേഷ് നോക്കും, പക്ഷെ പിടിച്ചു നിൽക്കും. ജഗദീഷിനെ തൂക്കി നിലത്തടിക്കുന്ന ഒരേയൊരാൾ അത് ശ്രീനിവാസൻ മാത്രമാണ്. രണ്ടോ മൂന്നോ ഡയലോഗുകളിൽ തന്നെ ജഗദീഷിനെ മലർത്തിയടിക്കും. അതൊരു ഗുസ്തി പോലാണ്. തമാശയായിട്ടാണ് എല്ലാം നടക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ജഗദീഷ് എന്തെങ്കിലും പറഞ്ഞ് ബഹളം വെച്ച് ഒച്ചെടുത്ത് രക്ഷപ്പെടും. അങ്ങനെ ശ്രീനിവാസൻ എന്ന വ്യക്തി പലതരത്തിലും വ്യക്തിജീവിതത്തിലൂടെയും എഴുത്തുകാരൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും അതീവ വ്യത്യസ്തനായിരുന്നു. ആർക്കും അഭിനയിക്കാം എന്ന് തെളിയിച്ച ആളായിരുന്നു അദ്ദേഹം. അതായത് സൗന്ദര്യം അഭിനയത്തിന് ഒരു ആവശ്യമല്ല, ഘടകമല്ല എന്നതാണ് ശ്രീനിവാസന്റെ പ്രത്യേകത.